നമ്മൾ ഇന്ന് മൾട്ടി സ്റ്റേജ് ട്രാൻസിസ്റ്റർ ആംപ്ലിഫയറിനെ കുറിച്ച് നോക്കാം. മൾട്ടി സ്റ്റേജ് ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സിംഗിൾ സ്റ്റേജ് ആംപ്ലിഫിക്കേഷൻ നമുക്ക് മതിയാകാതെ വരുന്ന സമയത്ത് നമ്മൾ ഒന്ന് ആംപ്ലിഫൈ ചെയ്ത് വീണ്ടും ആംപ്ലിഫൈ ചെയ്ത് അങ്ങനെ ആംപ്ലിഫൈ ചെയ്ത് നമ്മൾ അതിൻ്റെ നമുക്ക് താല്പര്യമുള്ള ആ ഒരു ആംപ്ലിഫിക്കേഷൻ ലെവലിലേക്ക് കൊണ്ടുവരുന്നതിന് നമ്മൾ മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയർ ഉപയോഗിക്കുന്നത്. അപ്പോൾ മൾട്ടി സ്റ്റേജ് ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആംപ്ലിഫയർ ഉണ്ടാവും, പിന്നെ ഒരു ആംപ്ലിഫയർ ഉണ്ടാവും, പിന്നെ ഒരു ആംപ്ലിഫയർ, അങ്ങനെ അത് തേർഡ് ഫോർത്ത് അങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ എ ട്രാൻസിസ്റ്റർ സർക്യൂട്ട് കണ്ടെയ്നിങ് മോർ ദാൻ വൺ സ്റ്റേജ് ഓഫ് ആംപ്ലിഫിക്കേഷൻ ഈസ് നോൺ ആസ് മൾട്ടി സ്റ്റേജ് ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ. ഒരു ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ എന്നുണ്ടെങ്കിൽ സിംഗിൾ സ്റ്റേജ് എന്ന് പറയും. രണ്ട് ആംപ്ലിഫയർ ഉണ്ടെങ്കിൽ ടു സ്റ്റേജ് ആംപ്ലിഫയർ, ത്രീ സ്റ്റേജ്, അങ്ങനെ if there are more than one stage, then commonly we can say that multi stage transistor amplifier circuit എന്ന് പറയും. In a multi stage amplifier, a number of single amplifiers are connected in cascade arrangement. നമ്മളതിന് പറയുന്നത് cascade arrangement. That is, output of first stage is connected to the input of the second stage through a suitable coupling device and so on. The purpose of coupling device നമ്മൾ ഉപയോഗിക്കുന്നത് capacitor, transformer, etc. It will transfer AC input of one stage to the input to the next, AC output of one stage to the input of the next stage, and to isolate the DC conditions of one stage from the next stage. നമ്മളിത് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, കപ്ലിംഗ് കപ്പാസിറ്ററിനെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ. അപ്പോൾ there are three types of coupling. RC കപ്ലിംഗ് വഴി ഉണ്ടാകുന്ന ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ നമ്മൾ RC കപ്പിൾഡ് ആംപ്ലിഫയർ എന്ന് പറയും. ട്രാൻസ്ഫോർമർ കപ്പിൾഡ് ആംപ്ലിഫയർ നമ്മൾ ട്രാൻസ്ഫോർമർ കപ്പിൾഡ് ആംപ്ലിഫയർ എന്ന് പറയും. ഡയറക്റ്റ് കപ്ലിംഗ് വിത്തൗട്ട് എനി കപ്പാസിറ്റർ ട്രാൻസ്ഫോർമർ, ഡയറക്റ്റ്ലി നമ്മൾ കണക്ട് ചെയ്യുന്ന ഡയറക്റ്റ് കപ്പിൾഡ് ആംപ്ലിഫയർ എന്ന് പറയും. ഓക്കെ, അപ്പം ഇൻപുട്ട് നമുക്ക് കൊടുത്തു, ഫസ്റ്റ് സ്റ്റേജ്, സെക്കൻഡ് സ്റ്റേജ്, കപ്ലിംഗ് സ്റ്റേജ്, ദെൻ സെക്കൻഡ് സ്റ്റേജ്, ദെൻ കപ്ലിംഗ് കപ്പാസിറ്റർ, കപ്ലിംഗ് ട്രാൻസ്ഫോർമർ, ഡയറക്റ്റ് കപ്ലിംഗ്, ദെൻ തേർഡ് സ്റ്റേജ്, അങ്ങനെ കൊണ്ടിരിക്കും. അപ്പോൾ റോൾ ഓഫ് കപ്പാസിറ്റേഴ്സ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. എ കപ്പാസിറ്റർ ബ്ലോക്സ് DC, ദാറ്റ് ഈസ് എ കപ്പാസിറ്റർ ബിഹേവ്സ് ആൻഡ് ഓപ്പൺ ടു DC. നമ്മൾ അതിൻ്റെ കപ്പാസിറ്റീവ് റിയാക്ടൻസ് 1/2πfc ആണ് കപ്പാസിറ്റീവ് റിയാക്ടൻസ്. അപ്പോൾ ഫ്രീക്വൻസി, അതായത് DC സിഗ്നൽ ആണെന്നുണ്ടെങ്കിൽ ഫ്രീക്വൻസി 0, 1/0 ഇൻഫിനിറ്റി. അപ്പോൾ XC കപ്പാസിറ്റീവ് റിയാക്ടൻസ് ഇൻഫിനിറ്റ് ആവും. അപ്പോൾ DC കടത്തിവിടുകയില്ല കപ്പാസിറ്റർ, അപ്പോൾ AC മാത്രമേ കടത്തിവിടുകയുള്ളൂ. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 1/2 ഫ്രീക്വൻസി കുറയുന്നതനുസരിച്ച് കപ്പാസിറ്റീവ് റിയാക്ടൻസ് കൂടി വരും. ഓക്കെ, അപ്പോൾ കറണ്ട് ഫ്ലോ ഉണ്ടാവില്ല, കുറഞ്ഞു വരും. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഇത് നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. Therefore, AC analysis we can replace the capacitor by a short or by a wire. നമ്മൾ ചെയ്തിട്ടുണ്ട്. The capacitors serve the following two roles in transistor amplifier: a coupling capacitor, a bypass capacitor. Coupling capacitor are commonly used to connect one amplifier stage to the another. When a capacitor is used for this purpose, it is called coupling capacitor. So it blocks DC, that is, it provides DC isolation between the two stages of a multi-stage amplifier. It passes, ഒരു മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയർ സർക്യൂട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കപ്പാസിറ്റർ DCനെ ബ്ലോക്ക് ചെയ്യുമ്പോൾ ഓൺലി ദി AC സിഗ്നൽ ഈസ് ഫ്ലോ ടു ദി ഇൻപുട്ട് ഓഫ് ദി നെക്സ്റ്റ് സ്റ്റേജ്. So it passes the AC signal from one stage to the next stage with little or no distortion. ഓക്കെ, ഇതൊരു വോൾട്ടേജ് ഡിവൈഡർ ബയാസ് ട്രാൻസിസ്റ്റർ ആണ്. സിംഗിൾ സ്റ്റേജ്, ഇത് രണ്ട് ചേർന്ന് വരുമ്പോൾ 2 സ്റ്റേജ്, ഇത് ചേർന്ന് 3 സ്റ്റേജ്. ബൈപ്പാസ് കപ്പാസിറ്റർ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. REക്ക് പാരലലായിട്ട് ഒരു കപ്പാസിറ്റർ കൊടുത്ത് നമ്മൾ ബൈപ്പാസ് ചെയ്യുന്ന AC സിഗ്നലിനെ ബൈപ്പാസ് ചെയ്യുമ്പോൾ ബൈപ്പാസ് കപ്പാസിറ്റർ. ഓക്കെ, ഇവിടെ കൊടുത്തിട്ടുണ്ട്. Like coupling capacitor, a bypass capacitor also blocks DC and behaves as a short or wire to the AC signal.
A bypass capacitor is connected in parallel with the circuit component to bypass the AC signal. അപ്പോൾ നമ്മളിത് കൊടുത്തിട്ടില്ലെങ്കിൽ എ സിയും ഡി സിയും കൂടി ഇവിടെ വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാക്കും. ദാറ്റ് അഫക്ട്സ് ദി ഇൻപുട്ട് ബയാസിങ്. അതുകൊണ്ട് നമ്മൾ ആ എ സിൻ്റെ എഫക്റ്റ് കുറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബൈപ്പാസ് കപ്പാസിറ്റർ ഉപയോഗിച്ചു. അപ്പോൾ ഈ നമ്മൾ കുറച്ച് ടേംസ് നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. വോൾട്ടേജ് ഗെയിൻ എന്ന് പറഞ്ഞാൽ ദ റേഷ്യോ ഓഫ് ദി ഔട്ട്പുട്ട് ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റി to the input one of the amplifier is called gain. അതായത് ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് ആണ് ഗെയിൻ എന്ന് പറയുന്നത്. വോൾട്ടേജ് ഗെയിൻ ഉണ്ട്, പവർ ഗെയിൻ ഉണ്ട്, കറണ്ട് ഗെയിൻ ഉണ്ട്. The gain of a multi-stage amplifier is equal to the product of gains of individual stages. മൾട്ടി-സ്റ്റേജ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ടോട്ടൽ ഗെയിൻ എന്ന് പറയുന്നത് ഗെയിൻ ഓഫ് 1 ഇൻറ്റു ഗെയിൻ ഓഫ് 2 ഇൻറ്റു ഗെയിൻ ഓഫ് 3 അങ്ങനെ മൾട്ടിപ്പിൾ. പക്ഷേ ആക്ച്വലി പ്രാക്ടിക്കൽ കേസിൽ പ്രോഡക്റ്റിനേക്കാളും കുറവായിരിക്കും ടോട്ടൽ ഗെയിൻ. ദെൻ ഫ്രീക്വൻസി റെസ്പോൺസ് കർവ്, ഇത് ചോദിക്കുന്ന ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ ആണ്. ഫ്രീക്വൻസി കർവ് എന്ന് പറഞ്ഞാൽ ദ കർവ് ഈസ് ഡ്രോൺ ഇൻ ബിറ്റ്വീൻ ഫ്രീക്വൻസി ആൻഡ് വോൾട്ടേജ് ഗെയിൻ. അപ്പോൾ എക്സ് ആക്സിസിൽ ഫ്രീക്വൻസി, വൈ ആക്സിസിൽ നമ്മൾ വോൾട്ടേജ് ഗെയിൻ എടുക്കും. അപ്പോൾ ഒരു ബെൽ ഷേപ്പാണ് ഇതിൻ്റെ കർവ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം, ഫ്രീക്വൻസി കൂടുന്നതനുസരിച്ച് വോൾട്ടേജ് ഗെയിൻ കൂടി വന്ന് ഒരു മാക്സിമം വോൾട്ടേജ് ഗെയിൻ കിട്ടി, പിന്നെ അത് ഡിക്രീസ് ആവുന്നത് കണ്ടു. ഓക്കെ, ഇതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കപ്ലിംഗ് കപ്പാസിറ്റർ ഫ്രീക്വൻസി കുറയുന്ന സമയത്ത് കറണ്ട് കുറയും, കറണ്ട് ഫ്ലോ കുറയും, അപ്പോൾ ഗെയിൻ ഓട്ടോമാറ്റിക് ഗെയിൻ കുറയും. ഓക്കെ, അപ്പോൾ ഹൈ ഫ്രീക്വൻസി വരുമ്പോൾ കറണ്ട് ഫ്ലോ കൂടും, പക്ഷേ നമുക്കവിടെ റെസിസ്റ്റൻസ് വേരിയേഷൻ കാരണം നമുക്കവിടെയും ഗെയിൻ കുറയുന്നത് കാണാം. അപ്പോൾ നമുക്ക് കുറച്ച് മനസ്സിലാവുന്നത്. അപ്പോൾ the voltage gain of an amplifier varies with the signal frequency is because reactance of the capacitor in the circuit changes with the signal frequency and hence affects the output voltage. The curve between voltage gain and signal frequency of an amplifier is known as frequency response. For the highest peak, this frequency is known as resonance frequency. The gain of the amplifier increases as the frequency increases from 0 till it becomes maximum at FR. Okay, this frequency is called resonance frequency. If the frequency of the signal increases beyond the resonance frequency, the gain again decreases. Okay, അടുത്തൊരു ടേമാണ് ഡെസിബൽ ഗെയിൻ. ഡെസി എന്ന് പറഞ്ഞാൽ 10, ബെൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ലെവലിൽ വെച്ച് പറയുന്നതാണ്. ഓക്കെ, അപ്പോൾ ദ ഗെയിൻ ഓഫ് എൻ ആംപ്ലിഫയർ ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് നമ്പർ. നമ്മൾ ഗെയിൻ പറയുമ്പോൾ 100, 1000, 10,000 എന്നൊക്കെ പറയും. ബട്ട് ഇറ്റ് ഈസ് ഓഫ് ദ ഗ്രേറ്റ് പ്രാക്ടിക്കൽ ഇമ്പോർട്ടൻസ് ടു അസൈൻ ഇറ്റ് എ യൂണിറ്റ്. നമ്മൾ അതിനെ ഒരു യൂണിറ്റ് വെച്ച് റെപ്രസെൻറ്റ് ചെയ്യും. പക്ഷേ ആക്ച്വലി ഇതൊരു യൂണിറ്റ് ആയിട്ട് നമ്മൾ പറയാറില്ല. നമ്മൾ ഗെയിൻ ഇപ്പോൾ 1000 ഒക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് അത് പറയുന്ന വലിയ നമ്പർ ആയതുകൊണ്ട് അതിനെ 10ലേക്ക് ചുരുക്കാൻ വേണ്ടി നമ്മൾ ഡെസിബൽ യൂണിറ്റ് ഉപയോഗിക്കും. ദ യൂണിറ്റ് അസൈൻ ഈസ് ബെൽ ഓർ ഡെസിബൽ. The common logarithm log of to the base 10 of power gain is known as bell power gain. അപ്പോൾ power gain equal to log 10 P out by P in bell. ഓക്കെ, ഇത് ഇമ്പോർട്ടൻറ്റ് ടേമാണ്, ശ്രദ്ധിച്ചിരിക്കുക. പിന്നെ വോൾട്ടേജ് ഗെയിൻ നമ്മൾ ഇൻ ഡെസിബൽ. വോൾട്ടേജ് ഗെയിൻ നമ്മൾ ഔട്ട്പുട്ട് പവർ ബൈ ഇൻപുട്ട് പവർ വി സ്ക്വയർ. നമുക്ക് ഇതിനെ 20 log വി ഔട്ട് ബൈ വി എൻ. അപ്പോൾ വോൾട്ടേജ് ഗെയിൻ എന്ന് പറയുമ്പോൾ 20 log 10 വി ഔട്ട് ബൈ വി എൻ. കറണ്ട് ഗെയിൻ 20 log 10 ഐ ഔട്ട് ബൈ ഐ എൻ. ദ യൂണിറ്റ് ഡെസിബൽ ഈസ് എ ലോഗറിതമിക് യൂണിറ്റ് since our ear response is also logarithmic. This unit tallies with the natural response of our ears. The advantages ആണ് പറയുന്നത് ഡെസിബലിൻ്റെ. When the gains are expressed in decibel, the overall gain of multi-stage amplifier is the sum of the gains of individual stages in decibel. ടോട്ടൽ ഗെയിൻ എന്ന് പറഞ്ഞാൽ പ്രോഡക്റ്റ് ഓഫ് ദി ഇൻഡിവിജ്വൽ ഗെയിൻസ് ആണ്. നമ്മളത് ഡെസിബിൾ പറയുമ്പോൾ സമ്മായിട്ട് മാറും. അങ്ങനെ വരുന്നത് നോക്കാം നമുക്ക്. ഗെയിൻ ആസ് നമ്പർ, ഫസ്റ്റ് സ്റ്റേജിൻ്റെ ഗെയിൻ ഇൻറ്റു സെക്കൻഡ് സ്റ്റേജിൻ്റെ ഗെയിൻ. അപ്പോൾ ഗെയിൻ ഡെസിബിൾ പറയുമ്പോൾ 20 log 10 V2 by V1 ഇൻറ്റു V3 by V2. അപ്പോൾ നമുക്കതിന് 20 log
Okay, v2 by v1 ലോഗരിതമിക് വരുമ്പോൾ പ്ലസ് ആവും പ്ലസ് 20 log 10 v3 by v2 അപ്പോൾ ഫസ്റ്റ് സ്റ്റേജ് ഗെയിൻ ഡെസിബിൾ പ്ലസ് സെക്കൻഡ് സ്റ്റേജ് ഗെയിൻ ഡെസിബിൾ. ഇപ്പോൾ ഡെസിബിളിലാണ് ഗെയിൻ പറയുന്നുണ്ടെങ്കിൽ അത് സമ്മായിട്ട് മാറും. അപ്പം ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ബാൻഡ് വിഡ്ത്ത് ആണ്. The range of frequency over which the voltage gain is equal or to greater than 70.7% of the maximum gain is known as bandwidth. ഓക്കെ, അപ്പോൾ പ്ലോട്ട് ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഈ പോയിന്റ് നമുക്ക് 70.7% നമുക്ക് ഗെയിൻ നൽകുന്നുണ്ട്. ഈ പോയിന്റ് നമുക്ക് അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് വരുന്ന ഈ ഫ്രീക്വൻസി റേഞ്ചിന് നമ്മൾ ബാൻഡ് വിഡ്ത്ത് എന്ന് പറയും. അപ്പോൾ any frequency lying between f1 and f2, the gain is equal or greater than 70.7% of maximum gain. Therefore, f1 minus f2 is known as the bandwidth and is also known as limiting frequencies. f1 f2 are limiting frequency, where f1 is a lower cutoff frequency and f2 is known as upper cutoff frequency. For distortionless amplification, it is important that signal frequency range must be within the bandwidth of the amplifier. The bandwidth of an amplifier can also be defined in terms of decibel. Suppose the maximum gain is 100, then 70.7% of 100 is 70.7. Therefore, in decibel, 20 log 100 minus 20 log 70.7. Therefore, we can write it as 20 log 10 100 by 70.7 decibel. So, which is equal to 3 decibel. അപ്പോൾ ബാൻഡ് വിഡ്ത്ത് നമുക്ക് വേറെ രീതിയിൽ നമുക്ക് ഡിഫൈൻ ചെയ്യാം. Hence, the bandwidth is of an amplifier is the range of frequency at the limits of which its voltage gain falls by 3 decibel from the maximum gain. Bandwidth എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the range of frequency at which the gain falls by 3 decibel from the maximum gain. Okay, അപ്പോൾ ഈ റേഞ്ച് എന്ന് പറയുന്നത് 3 decibel range. The frequency f1 or f2 is also called 3 decibel frequency or half power frequency എന്ന് നമ്മൾ അതിനെ പറയാറുണ്ട്. Then properties of decibel gain. Properties of decibel power gain. Each time the ordinary power gain increases or decreases by a factor of 10, the decibel power gain increases by 10 decibel. Normal gain 100 to 1000, that is increased by a factor 10. And decibel change എത്ര നോക്കാം. And decibel gain power 10 log 1000 minus 10 log 100, which is equal to 10 decibel. അപ്പോൾ 10 decibel increase ചെയ്യുന്നു, 10 decibel decrease ചെയ്യുന്നു. Okay. Each time the ordinary power gain increases by a factor of 2, the decibel power gain increases by 3 decibel or decreases 3 decibel. നോക്കാം നമുക്ക് എങ്ങനെ വരുന്നത്. For example, suppose the power gain increases from 100 to 200 by a factor of 2. Then increase in decibel power gain 10 log 10 200 minus 10 log 10 100. Then 23 minus 20 equal to 3 decibel. Okay. Each time the ordinary power gain increases or decreases by a factor of 2, the decibel power gain increases by 3 decibel. അതും നിങ്ങൾ ശ്രദ്ധിക്കണം. പ്രോബ്ലം ഒക്കെ ചെയ്യുമ്പോൾ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. വോൾട്ടേജ് ഗെയിൻ്റെ കേസിലാവുമ്പോൾ if the voltage gain increases or decreases by a factor of 10, then the decibel voltage gain increases by 20 decibel. Then each time the ordinary voltage gain increases or decreases by a factor of 2, the decibel voltage gain increases or decreases by 6 decibel. അങ്ങനെ നോക്കാം.
For example, suppose the voltage gain increases from 100 to 200 by a factor of 2. An increase in decibel voltage gain is 20 log 10 200 minus 20 log 10 100, that is equal to 6 decibel. പവർ ഗെയിൻ്റെ കേസിൽ അത് 3 ഡെസിബിൾ ആയിരുന്നു, ഇവിടെ അത് 10 ഡെസിബിൾ ആയിരുന്നു. നമുക്കിനി ആർ സി കപ്പിൾ ട്രാൻസിസ്റ്റർ ആംപ്ലിഫയറിൽ നമുക്ക് പോകാം. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ആർ സി കപ്പിൾഡ് ഈസ് ജനറലി മോസ്റ്റ് പോപ്പുലർ ടൈപ്പ് ഓഫ് കപ്ലിംഗ് ബിക്കോസ് it is cheap and provides excellent audio fidelity over a wide range of frequency. It is usually employed for voltage amplification. RC എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ്, സി ഫോർ കപ്പാസിറ്റൻസ്, കപ്പിൾഡ് ആംപ്ലിഫയർ. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ വരച്ചിട്ടുണ്ട് ഇതേ സർക്യൂട്ട്, എന്തായാലും ശ്രദ്ധിക്കുക. ഇതൊരു സിംഗിൾ സ്റ്റേജ്, ഇതൊരു അനദർ സ്റ്റേജ്. ദെൻ ബോത്ത് സ്റ്റേജസ് ആർ കപ്പിൾഡ് ബൈ കാസ്കേഡഡ് ബൈ ദിസ് കപ്പിളിംഗ് കപ്പാസിറ്റർ സി സി. ഓക്കെ, രണ്ടിലും ഉപയോഗിക്കുന്ന വോൾട്ടേജ് സോഴ്സ് എന്ന് പറഞ്ഞാൽ വി സി സി ആണ്. സിഗ്നൽ നമ്മൾ ആദ്യ സ്റ്റേജിൻ്റെ ഇൻപുട്ടിൽ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഈ സിനെ നമ്മൾ ബൈപ്പാസ് കപ്പാസിറ്റർ എന്ന് പറയും. Operation: when a AC signal is applied to the base of the first transistor, it appears in the amplified form across its collector load RC. The amplified signal develops across RC is given to base to the next stage throughout the coupling capacitor. The second stage does further amplification of the signal. In this way, the cascaded stages amplify the signal and the overall gain is considerably increased. നമ്മൾ സർക്യൂട്ട് വെച്ച് നോക്കുമ്പോൾ ഇൻപുട്ടിൽ നമ്മൾ സിഗ്നൽ കൊടുത്തു, ഇത് ആംപ്ലിഫൈ ചെയ്ത് അക്രോസ് ഔട്ട്പുട്ട് നമുക്ക് ഇവിടെ കിട്ടും. ഈ ഔട്ട്പുട്ട് നമുക്ക് കപ്ലിംഗ് കപ്പാസിറ്റർ ഉപയോഗിച്ച് അടുത്ത ആംപ്ലിഫൈൻ്റെ ഇൻപുട്ടിൽ കൊടുത്തു, അത് ആംപ്ലിഫൈ ചെയ്ത് നമുക്ക് ഔട്ട്പുട്ട് ഇവിടെ കിട്ടും. ഇതിൻ്റെ ഫ്രീക്വൻസി റെസ്പോൺസ് കർവ് നമുക്ക് നോക്കാം. The frequency response of RC coupled amplifier is given in this figure. Frequency in the x-axis, voltage gain in the y. അപ്പോൾ ഫ്രീക്വൻസി റെസ്പോൺസ് എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഫ്രീക്വൻസി ഇൻ x-axis, ഗെയിൻ ഇൻ ദി y-axis. ഓക്കെ, അപ്പോൾ ഈ ഷേപ്പാണ് ആർ സി കപ്പിൾഡ് ട്രാൻസിസ്റ്റർ ആംപ്ലിഫയറിൻ്റെ ഫ്രീക്വൻസി റെസ്പോൺസ് കർവ്. It is clear that voltage gain drops off at low 50 Hz and high greater than 20 kHz frequencies, whereas it is uniform over mid frequency range 50 to 20 kHz. ഇത് യൂണിഫോം ആണ്. അപ്പോൾ എന്താണ് ബിലോ 50 ഹെർട്സിൽ സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കപ്പാസിറ്റീവ് റിയാക്ടൻസ് ഈസ് ക്വൈറ്റ് ഹൈ ആൻഡ് ഹെൻസ് വെരി സ്മോൾ പാർട്ട് ഓഫ് സിഗ്നൽ ഈസ് signal will pass from one stage to the next stage. Then CE cannot shunt the emitter resistance RE of effectively because of its large reactance at low frequencies. These two factors cause a falling of voltage gain at low frequency. High frequency voltage gain എങ്ങനെ കുറയുന്നത് നോക്കാം. Again, the reactance of CC is very small and it behaves as a short circuit. This increases the loading effect of next stage and serves to reduce the voltage gain. Moreover, at high frequency, capacitive reactance of base emitter junction is low, which increases the base current. This reduces the current amplification factor beta. Due to these two reasons, the voltage gain drops off at high frequencies. Then mid frequencies, the bandwidth, നമ്മൾ bandwidth എന്ന് പറയാം 50 Hz to 20 kHz. The effect of coupling capacitor in this frequency range is such so as to maintain a uniform voltage gain. Therefore, as the frequency increases in this range, the reactance CC decreases, which tends to increase the gain. However, at the same time, lower reactance means higher loading of first stage and hence lower gain. These two factors almost cancel each other, resulting in a uniform gain at mid-frequency. Advantages: it has excellent frequency response. The gain is constant over the audio frequency range, which is the region of most importance for speech, music,
audio range 20 hertz to 20 kilohertz. It has lower cost since it employs resistors and capacitor. The circuit is very compact. Disadvantage എന്ന് പറയുമ്പോൾ the RC coupled amplifier have low voltage and power gain. It is because the low resistance presented by the input of each stage to the preceding stage decreases the effective load resistance and hence the gain. They have the tendency to become noisy with age, particularly in moist climates. Then impedance matching is poor. Application: it is widely used as a voltage amplifier, that is in the initial stages of public address system. അപ്പോൾ നമ്മൾ പബ്ലിക് അഡ്രസ് സിസ്റ്റത്തിൻ്റെ ഇനീഷ്യൽ സ്റ്റേജിൽ ഇത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു the output signal is inverted when compared to the input signal. അപ്പോൾ അതിലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ when there is an even number of cascaded stages 2, 4, 6, the output signal is not inverted from the input. When the number of stages is odd 1, 3, 5, the output signal is inverted from the input. അപ്പോൾ നമ്മൾ ഈ സർക്യൂട്ട് എടുക്കുമ്പോഴേ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഇൻപുട്ട് സിഗ്നൽ കൊടുക്കുന്നതിൻ്റെ ഇൻവേർട്ടഡ് ആയിരിക്കും നമുക്ക് ഇവിടെ കിട്ടുന്നത്. അതിൻ്റെ റീസണൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇൻവേർട്ട് ചെയ്തു. ആ ഇൻവേർട്ടറിലാണ് പിന്നെ ഇവിടെ ഇൻപുട്ട് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് അതിന് ഇൻവേർട്ട് ചെയ്യും. അപ്പോൾ ഔട്ട്പുട്ടിൽ ഇപ്പോൾ 2 സ്റ്റേജ് വരുന്ന സമയത്ത് ഇൻപുട്ട് കൊടുത്ത അതേ സിഗ്നൽ ഷേപ്പ് തന്നെയായിരിക്കും നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടുക. നോ ഇൻവേർട്സ്. ഓക്കെ, ഓടാകുമ്പോൾ ഇൻവേർട്ട് ചെയ്യും. അത് സിമ്പിൾ ലോജിക്കാണ്. അപ്പോൾ അങ്ങനെ ട്രാൻസ്ഫോർമർ കപ്ലിംഗ് ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ നോക്കാം. നമ്മളിവിടെ കപ്പാസിറ്ററിന് പകരം നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു ട്രാൻസ്ഫോർമറാണ്. ട്രാൻസ്ഫോർമറാണ് നമ്മളിവിടെ കപ്ലിങ്ങിനായിട്ട് ഉപയോഗിക്കുന്നത്. ഇത് ട്രാൻസ്ഫോർമർ സർക്യൂട്ട് തന്നിട്ടുണ്ട് ഇവിടെ. ഓക്കെ, ഇത് സിംഗിൾ സ്റ്റേജ്, ഇത് അടുത്ത സ്റ്റേജ്, സെക്കൻഡ് സ്റ്റേജ്. കപ്പാസിറ്ററിന് പകരം ട്രാൻസ്ഫോർമർ പ്രൈമറി സെക്കൻഡറി കണക്ട് ചെയ്തിട്ടുണ്ട്. But the transformer coupling is generally employed when the load is small. It is mostly used for power amplification. The primary P of this transformer is made the collector load and its secondary S is gives input to the next stage. സർക്യൂട്ട് നല്ലോണം ശ്രദ്ധിക്കുക എങ്ങനെ വരച്ചിട്ടുണ്ടെന്നുള്ളത്. ഓക്കെ, സെക്കൻഡറി ഒരു പിന്ന് പാസിംഗ് സർക്യൂട്ടിൽ കൊടുത്തിട്ടുണ്ട്, അടുത്ത എൻഡ് നേരെ ബേസിലേക്ക് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ശ്രദ്ധിക്കുക. ഓപ്പറേഷൻ: when AC signal is applied to the base of the transistor, it appears in the amplified form across the primary of the coupling transformer. The voltage developed across primary is transferred to the input of the next stage by the transformer. അപ്പോൾ ട്രാൻസ്ഫോർമർ ആക്ഷനാണ് നടക്കുന്നത്, ഇൻഡക്ഷൻ. The frequency response, again frequency response എന്ന് പറയുമ്പോൾ frequency x axis, gain in the y axis. ട്രാൻസ്ഫോർമർ കപ്ലിങ്ങിൻ്റെ ഗെയിൻ ശ്രദ്ധിക്കുക, ബെൽ കർവ് അല്ല, വേരിയിങ് ആണ്. അപ്പോൾ ഫ്രീക്വൻസി റെസ്പോൺസ് ഫോർ ട്രാൻസ്ഫോർമർ കപ്പിൾ shows that the frequency is rather poor. That is, gain is constant only over ഈ region മാത്രം, only over a small range of frequency. At low frequencies, the reactance of primary begins to fall, resulting in decreased gain. At the high frequencies, the capacitance between turns of winding act as bypass condenser to reduce the output voltage and hence gain. So therefore, we can say that the transformer coupled amplifier introduces frequency distortion. Advantages: no signal power is lost in the collector or base resistor. An excellent impedance matching can be achieved in a transformer coupled amplifier. Due to excellent impedance matching, transformer coupling provides higher gain. Disadvantages: it has poor frequency response. The coupling transformers are bulky and fairly expensive at audio frequencies.
the frequency distortion is higher, then transformer coupling tends to introduce hum in the output. Applications. Transformer coupling is mostly employed for impedance matching. In general, the last stage of multi-stage amplifier is the power stage. നമ്മൾ ആ സമയത്താണ് ലാസ്റ്റ് സ്റ്റേജിൽ നമുക്ക് ട്രാൻസ്ഫോർമർ കപ്ലിംഗ് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇനീഷ്യൽ സ്റ്റേജിൽ നമ്മൾ ആർ സി കപ്ലിങ്ങോ ഒരു ഓഡിയോ പവർ സിസ്റ്റത്തിൻ്റെ ലാസ്റ്റ് സ്റ്റേജിൽ നമ്മൾ പവർ സ്റ്റേജ് ട്രാൻസ്ഫോർമർ കപ്ലിംഗ് നമുക്ക് ഉപയോഗിക്കാം. Therefore, the maximum power transfer to the load. In order to match the impedance, a step-down transformer of proper turn ratio is used. The impedance of secondary of the transformer is made equal to the load impedance and primary impedance equal to the output impedance of transistor. അങ്ങനെ നമുക്ക് ലോഡ് മാച്ച് ചെയ്ത് മാക്സിമം ലോഡ് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ആണ് ഇമ്പിഡൻസ് മാച്ചിങ് എന്ന് പറയുന്നത്. മാക്സിമം പവർ ഈസ് ട്രാൻസ്ഫേർഡ് ടു ദി ഔട്ട്പുട്ട് സൈഡ്. ഡയറക്റ്റ് കപ്പിൾ നെയിം പറയുന്ന പോലെ തന്നെ നമ്മൾ കപ്പാസിറ്ററോ ഒന്നും ഉപയോഗിക്കുന്നില്ല. നേരിട്ട് ഡയറക്റ്റ് കപ്പിളിങ്ങാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നേരിട്ട് ഡയറക്റ്റ് കപ്പിളിങ്. ഓക്കെ. There are many applications in which extremely low frequency signals are to be amplified. Example, amplifying photoelectric current, thermocouple current. അപ്പോൾ ആ സമയത്ത് നമുക്ക് കപ്പാസിറ്റർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എ സി സിഗ്നൽ അടുത്ത സ്റ്റേജിലേക്ക് ട്രാൻസ്ഫർ ചെയ്യൂല. കാരണം ഫ്രീക്വൻസി വളരെ കുറവാണ്. അപ്പോൾ റിയാക്ടൻസ് കൂടുതലായിരിക്കും. അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെയുള്ള സമയത്ത് നമുക്ക് ഡയറക്റ്റ് കപ്ലിംഗ് നമുക്ക് ഉപയോഗപ്പെടുത്താം. Under such situations, one stage is directly connected to the next stage without any intervening coupling devices. This type of coupling is known as direct coupling. The output from collector of first transistor is fed to the input of the second transistor and so on. Advantages: the circuit arrangement is simple because of minimum use of resistors. The circuit has low cost because of absence of expensive coupling devices. Disadvantages: it cannot be used for amplifying high frequencies. The operating point is shifted due to temperature variations. Then comparison of different types of coupling. ഇത് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ആർ സി കപ്പിൾഡ് ട്രാൻസ്ഫോർമർ കപ്ലിംഗ്, ഡയറക്റ്റ് കപ്ലിംഗ്. പെർട്ടിക്കുലേഴ്സ്: ഫ്രീക്വൻസി റെസ്പോൺസ്. ആർ സി കപ്ലിങ്ങിൽ വരുമ്പോൾ എക്സലൻറ്റ് ഇൻ ദി ഓഡിയോ ഫ്രീക്വൻസി റേഞ്ച്. ട്രാൻസ്ഫോർമർ കപ്ലിങ്ങിൽ ഫ്രീക്വൻസി റെസ്പോൺസ് പുവറാണ്. ഡയറക്റ്റ് കപ്ലിങ്ങിൽ ഫ്രീക്വൻസി റെസ്പോൺസ് ബെസ്റ്റാണ്. ആർ സി കപ്ലിംഗ് കോസ്റ്റ് ലെസ്സാണ്. ട്രാൻസ്ഫോർമർ കപ്ലിംഗ് കോസ്റ്റ് മോറാണ് ബിക്കോസ് ഓഫ് ദി കോസ്റ്റ് ഓഫ് ദി ട്രാൻസ്ഫോർമർ. Direct coupling when compared to RC and transformer, the least cost. Okay. Then space and weight. RC coupling less than transformer, more weight and more, it takes more space. Then direct coupling again least. Then impedance matching in RC coupling not good. Transformer coupling excellent. Then direct coupling good. Uses: RC coupling for voltage amplification, transformer coupling for power amplification, direct coupling for amplifying extremely low frequencies. Okay, thank you.